ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. കാരണം ഞാനത് ഒരു ഹാഷ്ടാഗും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് കാണുന്നത്, അവരുടെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങളെക്കുറിച്ച്? ഓക്കെ, നിങ്ങൾ വളരെ എടുത്തു ചാടുന്ന കുറച്ച് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇമോഷണലി ഇൻസ്റ്റേബിൾ ആകും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് വഴക്ക് പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെക്കുറിച്ച് സംസാരിച്ചാലും നമ്മളാണതെന്ന് പറഞ്ഞ് ഏറ്റുപിടിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടേതല്ലാത്ത പല കാര്യങ്ങളുടെയും പിറകിൽ നിങ്ങൾ പോയിട്ട് പണി മേടിക്കുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അത് തികച്ചും നിങ്ങളെ ബാധിക്കാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് പോയി അവരെ സഹായിക്കാൻ ശ്രമിച്ച് പണി മേടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു എനർജിയിലുള്ള ഒരാളായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. ആൻഡ് പെർട്ടിക്കുലർലി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ക്രഷ് എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങളും അവരും വളരെയധികം ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ആസ്പെക്റ്റിലല്ല നിങ്ങൾ പല കാര്യങ്ങളും എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പോകുമോ എന്ന കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈവൻ ഇത് നിങ്ങളുടെ പാർട്ട്ണർ കൈൻഡ് ഓഫ് എനർജി ആണെങ്കിൽ നിങ്ങളൊരു ചൈൽഡിഷ് ഇമ്മച്വർ എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡെസിഷൻ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ അവിടെ പോകുമ്പോൾ അത് വേണമെന്ന്, ഇവിടെ പോകുമ്പോൾ ഇത് വേണമെന്ന് നിൽക്കുന്ന ഒരു ചൈൽഡിഷ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റായ്മ വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾ അങ്ങനെ ഡെസിഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ആസ്പെക്ട് അല്ലാതെ മറ്റാൾക്കാരുടെ ആസ്പെക്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സൺ വരാനുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കുമ്പോൾ ആ പേഴ്സൺ പലപ്പോഴും നിങ്ങളോട് ചോദിക്കും, കാര്യം എന്താണെന്ന് പറയൂ, കാര്യം എന്താണെന്ന് പറയൂ. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പേഴ്സൺ സംസാരിക്കുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ, ഒറിജിനൽ ആയിട്ടുള്ള കാര്യത്തിൽ തന്നെയാണോ സംസാരിക്കുന്നത്, അതോ ലോങ് ഡിസ്റ്റൻസ് കാരണം കാണാത്തതിന്റെ വിഷമമാണോ, അത് നിങ്ങൾ എന്തിനാണോ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് ഈ ഒരു പേഴ്സൺ കറക്റ്റ്ലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആവുന്ന പല സാഹചര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കൊടുത്താലും പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് മറ്റേ കാര്യത്തിന് വേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നത്, എന്നിട്ട് വെറുതെ ഈ കാര്യമാണെന്ന് പറയുന്നതാണ്. പക്ഷെ കാര്യം വേറെ എന്തോ കാണുന്ന രീതിയിലുള്ള ഒരു മേ ബി നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കുന്നുണ്ടോ, അതോ നിങ്ങൾ മേ ബി ഇങ്ങനെയാണോ നിങ്ങളുടെ സ്വഭാവം എന്നറിയില്ല. പക്ഷെ ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ തന്നെ ഇവർക്ക് ഉണ്ടാക്കിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾ നല്ലൊരു ക്ലാരിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇത് ക്യൂട്ടായി തോന്നും, പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്ക് മേ ബി ഇതൊരു സഫക്കേറ്റീവ് എനർജിയിൽ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു എനർജിയിൽ വന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. സോ സൂക്ഷിക്കുക. ഓക്കെ.